അയ്യോ വയ്യ. ഞാനേ രാവിലെ എഴുന്നേക്കാൻ വേണ്ട. ബാസ്കിയോ ബാസ്കി ക്യാമറയിലേക്ക് ഒന്ന് നോക്കുവോ? ഒന്ന് നോക്കടാതെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നീ തിന്നോടാ? നീ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. നമ്മൾ ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്റെ തലമുടി ഇരിക്കണ നോക്കിയടാ. ആൻസൂട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ സ്കൂൾ ബസ്സൊക്കെ വരാൻ സമയമായി. ഞാനിപ്പോൾ കഴിക്കണില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതായിട്ട് ഉണ്ടാക്കിയത് എന്തുവാടാ? ചിരട്ടപ്പുട്ട്. ആൻസൂട്ടിനാണെങ്കിൽ മീൻകറി വേണ്ടാന്ന് പറഞ്ഞതുണ്ടാ നമ്മുടെ ചിരട്ടപ്പുട്ട്. ആൻസൂട്ടിന് മീൻകറി വേണ്ട, മീൻ ഫ്രൈ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒട്ട പൊരിച്ചതും മീൻ ഫ്രൈയും കൊടുത്തു. പിന്നെ ചായയും കൊടുത്തു. വേണമെങ്കിൽ ചായ അങ്ങ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒഴിച്ചിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിനകത്തേക്ക്. കഴിഞ്ഞ ദിവസം ചായ ഒഴിച്ച് പുട്ടിനകത്തേക്ക് ഒഴിച്ചിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ വഴി കൈ തട്ടി എൻ്റെ പുട്ടിൻ്റെ മുകളിലേക്ക് ചായ ഗ്ലാസ് പറഞ്ഞു വീണു. എടാ ഇതൊന്ന് തിരിച്ചു വെച്ചാൽ അങ്ങോട്ട് നിന്റെ സൈഡിലാക്കി വെക്കേ. ഇതിലൂടെ വേണമെങ്കിൽ വെക്കാം, പിന്നെ ശരിക്കും കാണാൻ. അയ്യോ വയ്യ. ഞാനേ രാവിലെ എഴുന്നേക്കാൻ വേണ്ട. ഭയങ്കര മടിയായിരുന്നു കേട്ടോ. മടിച്ച് ഇരിക്കുമായിരുന്നു. 4:30 അലാറം വെച്ച് 5 മണിക്ക് അലാറം, 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റെങ്കിലും മടിച്ചൊക്കെ ഇരുന്ന് അലാറം ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പതുക്കെയാണ് ഞാൻ ഒരു 5:20 ആയപ്പോഴത്തേക്കും അടുക്കളയിൽ എത്തിയത്. മടിച്ചെന്ന് പറയാനായിട്ട് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. ഒരു 5:15 ആയപ്പോൾ അടുക്കളയിൽ എത്തി. 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ ചോറിന് ഇട്ടുമെന്ന് തോന്നണം. മീൻകറി ഉണ്ടായിരുന്നു, മീൻ ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മള് ബാസ്കി മോനെ എവിടെ നോക്കിക്കേ. ക്യാമറയിൽ നോക്കില്ലാത്ത ബാസ്കി മോൻ, ക്യാമറ അലർജിയായ ബാസ്കി മോൻ വന്ന് ആൻസിൻ്റെ ബാഗൊക്കെ മണത്ത് നോക്കുകയാണ്. ഓ ഉമ്മയും കൊടുത്തോ? എൻ്റെ പൂന്നോ, എനിക്ക് ഇവിടെ ആരുമില്ല ഒരു ഉമ്മ വരാൻ. വന്നേക്കുന്നു. അവിടെ ഇരുന്നോ. കിന്നോ കിടക്കട അവിടെ, കിടക്കട അവിടെ. ഒരു നാണക്കേട്. ക്യാമറ കണ്ടപ്പോൾ ഞാൻ ഈ ഏരിയ നിൽക്കത്തില്ലേ. പോയേക്കുന്നു, ഇതേ വന്നിരിക്കുന്നു. അങ്ങനെ ആൻസോട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി. നമുക്ക് കറണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി. മീൻകറി മീൻ ഫ്രൈ ഒക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഞാൻ പിന്നെ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഈ ആൻസോട്ടിനോട് എല്ലാവരും ചോദിക്കട്ടെ, ആൻസോട്ടിന് ആകപ്പാടെ ഒരു കറിയോ 2 കറിയൊക്കെ കൂട്ടത്തുള്ളൂ. 2 കൂടുതലൊന്നും ഒരു കാരണവശാലും ആൻസ് കഴിക്കൂല. ഇന്ന് പുതിയ ചെരുപ്പൊക്കെ ഇട്ടാട്ടോ ആൻസോട്ട് സ്കൂളിൽ പോകുന്നത്. ക്യൂട്ട് ബേബിയാന്നാ പറഞ്ഞത് നീ എല്ലാവർക്കും. ആൻസൂട്ടിന്റെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ആൻസൂട്ടിന്റെ മുഖം ഭയങ്കര ക്യൂട്ടാണ്. ക്യൂട്ട്നെസ് ഓവർലോഡഡ്. എന്തുവാ എവിടെ എന്ത് എന്നതാ എടാ അതൊന്നും മര്യാദക്ക് പറയടാ. നിന്റെ കൂട്ടുകാരൊക്കെ കേൾക്കുന്നാടാ. ഇവൻ ഒരു തവള കുഴി വീണ് കിടന്ന തവളാൻ ഇവൻ കര കയറ്റി വിട്ടെന്ന് കേൾക്കും. എന്നെ കൂപം മണ്ടൂകത്തിനെ കര കയറ്റി, കൂപം കിണറ്, മണ്ടൂകം തവള, കിണറ്റിൽ കിടക്കുന്ന തവളയെ കര കയറ്റി വിട്ട. രാവിലെ തന്നെ ഭയങ്കര റെസ്ക്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ വർഷത്തെ എന്തുവാന്നാ പറയുന്ന റെസ്ക്യൂവിനുള്ള അവാർഡ് നമ്മുടെ ആൻസൂട്ടിന് കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. എല്ലാവരുടെയും റെക്കമെൻഡേഷൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ആൻസ് ജോജോ ഫ്രം തൊടുപുഴ. നീ തവളേനെ കയറ്റി വിട്ടില്ലടാ. കഴിഞ്ഞ ദിവസം എൻ്റെ ചായപാത്രത്തിൽ വീണ ഒരു ഉറുമ്പിനെ ഞാനും കയറ്റി വിട്ടു. കോട ഇറക്കാവുന്ന ഉറുമ്പിനെ ഞാൻ അന്തസ്സായിട്ട് കയറ്റി വെച്ച് പാത്രം കഴുകി വെച്ചു. അപ്പം ഞാനും റെസ്ക്യൂ. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ചക്കരപ്പൊട്ടനാണ്. ഈ കട്ടുറുമ്പ് പോലെയുള്ള ചക്കരപ്പൊട്ടനാട്ടോ, വലിയ ഉറുമ്പാണ്. അത് ചായപാത്രത്തിൽ വീണ് കുറച്ച് ചായ ഉണ്ടായിരുന്നുള്ളൂ. അത് കടിക്കണ ഉറുമ്പല്ലടാ. ഞാൻ നോക്കിയപ്പോൾ അത് കിടന്നിങ്ങനെ തുഴയുവാ. കിടന്നുകൊണ്ട് കയറിപ്പോകാൻ ഒരു മാർഗവും ഇല്ല. അപ്പം ഞാൻ കപ്പിൽ നിന്ന് സോസറിലേക്ക് ചായ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കഴിഞ്ഞപ്പം
അതിന് നടന്ന് കയറാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ അവൻ നടന്ന് തുഴഞ്ഞ് കയറി സോസറിൻ്റെ അരികിലിരുന്ന് മുഖമൊക്കെ, അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു, വീഡിയോ പിടിക്കായിരുന്നു സത്യത്തിൽ. അന്നേരം മുഖമൊക്കെ തുടച്ചു, മേലൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ച സ്കിന്നിൽ നിന്ന് ചായയൊക്കെ വിട്ടുപോയി, എങ്ങും ഒട്ടുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഒറ്റ ഓട്ടം എങ്ങോടാ പോയെന്ന് ഒരു പിടുത്തണ്ട. ടേബിളിലെല്ലാം ഇറങ്ങി ഓടിക്കളഞ്ഞത് പാവം. അതാണ് ജീവനിൽ കൊതി കൊണ്ട് ഓടിയത്. ജീവനും കൊണ്ട് എന്റെ മുഖത്തേക്കല്ലേ നോക്കി നന്ദി പറഞ്ഞത്. അതിന് നീ അല്ലല്ലോ, ഞാനല്ല എന്നെ രക്ഷപ്പെടുത്തിയത്. തവള നിന്നോട് നന്ദി പറഞ്ഞോ? ദയനീയ സ്ഥിതിയിലാണോ നോക്കിയ സ്നേഹത്തോടെയാണോ? അയ്യോ എന്നിട്ട് കൊടുക്കല്ലേ. ബാസ്ക്യോ ഇവിടെ വന്നടാ, ഇവിടെ വാ. ബാസ്ക്യോ നന്നായി. ബാസ്ക്യോ ആണത്. ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കൂടെ മഴ എന്ന് വെച്ചാൽ അന്യായ മഴയായിരുന്നു. ഇപ്പൊ നോക്കിക്കേ നല്ല വെയില്. ഇന്നലെ എന്ത് മഴയാ. ഇപ്പോഴും പെരപ്പുറത്തുനിന്ന് വെള്ളം ചാടി തീർന്നിട്ടില്ലേ, അതുപോലെ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ വരെ വെള്ളം ചാടുന്നുണ്ടായിരുന്നു. ഭാഗ്യം ഞങ്ങളെ അവിടെ ഒരു ഇതിരിപ്പുണ്ട് പാത്രം, ആ പൊട്ടിയ പാത്രം. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ വീട് മോളടിച്ചു വരുത്തി എത്രയോ നന്നായി, എന്നിട്ടും അതിൻ്റെ മുകളിൽ എന്ത് ഇല വീണ് കിടക്കുന്നത്. 2 ദിവസം കൊണ്ട് നിറയെ ഇല വീണു. ഇനി ചെറിയൊരു ഉണക്ക് വന്നു കഴിയുമ്പം, വെയിലൊക്കെ വന്ന് ഇലയൊക്കെ ഉണങ്ങില്ലേ, നനഞ്ഞു കിടക്കുമ്പോൾ, ഇല നനഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അടിച്ചു വരാൻ പറ്റത്തില്ല കേട്ടോ. ഇല അടിച്ചാൽ പോകത്തില്ല, കോൺക്രീറ്റിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കും. വൈറ്റ് കളർ കോഴിപ്പൂവനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ആരെയും വീട്ടിൽ ഇത്രയുള്ള കോഴി കാണൂല. ഇത്രയൊക്കെ ആവുന്നതിന് മുമ്പേ തന്നെ പിടിച്ച് കൊല്ലും. ഇല്ലടാ ബാസ്ക്യോ. പട്ടിയുള്ളവർ കമന്റ് മാത്രമല്ല, പട്ടിയുടെ പേരും പറയണം അല്ലടാ. നമ്മുടെ പട്ടിയുടെ പേര് ബാസ്ക്യൂ, BASQUE. ഇവന് ബാസ്ക്യൂ എന്ന് പേര് വന്ന ബാസ്ക്യൂ ഷെപ്പേർഡ് ബ്രീഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ബാസ്ക്യൂ എന്ന് അവന്റെ ബ്രീഡ് നെയിമാണ് ഞാൻ വിളിച്ചത്. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു വെറൈറ്റി പേരാ. ഇവന് ഞാൻ ആദ്യമായിട്ട് പേരെന്താന്ന് എല്ലാവർക്കും അറിയാവോ? ബ്രൗണി എന്നായിട്ടത്. ബ്രൗണി ഒരെണ്ണം ബ്ലാക്ക് കളർ പറ്റി. പിന്നെ വൈറ്റ് ഇതിന്റെ ചെറുപ്പകാലം കണ്ടില്ല, മുന്നോട്ടില്ല ഗൂഗിളില്. ഇത് ബൈക്ക KT390. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച കാറില്ലേ, അത് KIA കിയ അല്ല കേട്ടോ, KN ആണ്. അതെന്തിയടാ കാറ്? അതല്ലടാ ആ പടം. അതുണ്ട്. പാവം പട്ടി. നമ്മള് സ്റ്റാർ ഇട്ടേക്കണ ഉണ്ടാ കൂട്ടുകാരെ. ഞാൻ വീടിന്റെ മുകളിലേക്കൊക്കെ കയറി സ്റ്റാർ ഇടാനൊന്നും പോയില്ല കേട്ടോ. നമ്മൾ എളുപ്പവഴിയിൽ ക്രിയ ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തേ കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ഇട്ടത്. ഈ സ്റ്റാർ വെച്ചിരിക്കുന്നതിന്റെ നേരെ താഴെയായിട്ട് നമുക്ക് ട്രീ വെക്കാനുള്ളതാണ്. എന്നിട്ട് ട്രീയുടെ നേരെ ഫ്രണ്ടിലാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർ അപ്പം നല്ല ഭംഗിയായിട്ട് ട്രീയുടെ മുകളിൽ സ്റ്റാർ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയും ചെയ്തോളും. ട്രീയുടെ മുകളിൽ ഇങ്ങനെ സ്റ്റാർ നിൽക്കും. പിന്നെ അതിൻ്റെ താഴെ പുൽക്കൂട്, പിന്നെ ഇലുമിനേഷൻ ബൾബൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര സെറ്റപ്പ് ആവത്തില്ലേ. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം ഒത്തിരി താമസിച്ചാണ് കേട്ടോ. ഒന്നുമില്ല 24-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുക. ഒരു കൊല്ലം പുൽക്കൂട് ഉണ്ടാക്കിയത് 24-നാ നമ്മൾ അല്ലേ ഡാൻസേ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം. അതെ. അതുപോലെ നമ്മൾ ട്രീ വാങ്ങിച്ചത് ഇവിടെ മുട്ടത്ത് നിന്നാട്ടോ. മുട്ടം എന്ന് പറയുന്ന സ്ഥലം തൊടുപുഴ അപ്പുറം. നന്നായി. എന്നിട്ട് വേണം ഉള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം അല്ലടാ. അയ്യോ നിനക്ക് വേണ്ട സമയമൊന്നും ആയിട്ടില്ല കേട്ടോടാ. കറണ്ട് വന്നോടാ. എൻ്റെ ദൈവം നമ്പുരാനെ കറണ്ടും ഇല്ല, ഫോണിൽ ചാർജും ഇല്ല. ഞാനാണെങ്കിൽ രാവിലത്തെ കുക്കിംഗ് വീഡിയോയും മോർണിംഗ് വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് പോയതാ. 100% പോയതാ. വീഡിയോ എടുത്തെടുത്ത് ഷോർട്സിന് വേണ്ടിയിട്ടാട്ടോ എടുക്കുന്നത്. ലോങ് വീഡിയോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാറില്ല ഇപ്പം. അപ്പോൾ എടുത്തെടുത്തിപ്പോൾ അതേ 42 ആയിട്ടുണ്ട് നമ്മുടെ പെർസെൻറ്റേജ്. കറണ്ട് വന്നില്ലെങ്കിൽ കട്ട പോഹ. എടാ നിന്റെ ചങ്ങല വെച്ചിട്ട് എൻ്റെ കാലയിലിട്ട് വലിക്കില്ലേടാ കുട്ടാ.
അങ്ങോട്ട് കഴിക്കാൻ കുട്ടി ഓ എൻ്റെ പൊന്നു മാക്കോ അങ്ങനെ പോവാൻ മീമണ്ടി വന്നിട്ടുണ്ടോ? അത് ഏത് മീനാടാ ഈ സമയത്തൊക്കെ വന്നത്? മുടിയേലിട്ട് പിടിച്ചു നോക്കിയിരിക്കുന്നു മീമന്റെ നോക്കി ഇയ്യ എന്നാ കറണ്ട് പ്ലീസ് കറണ്ട്. ഞാൻ കറണ്ട് വന്ന് എവിടെയാന്ന് നോക്കണം. എവിടെയാണെന്നറിയാമോ? ഈ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിൻ്റെ രൂപമാണ് കേട്ടോ. ബാക്ക് ക്യാമറ ഇട്ടേ കാണിച്ചു തരാമെന്ന് പറയാൻ വന്നത്തേക്കും ക്യാമറ ഓഫാക്കി. ഇത് കണ്ടോ, ഞാൻ വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് കേട്ടോ. നമ്മൾ വേറൊരു വീട്ടിലേക്ക് നമ്മൾ റെൻറ്റിന് മാറിക്കഴിഞ്ഞപ്പോഴേ അന്ന് ഓട്ടം വിളിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ്റെ ഭാര്യ ചേച്ചി വാങ്ങിച്ചു തന്നതാണ് ഈ ഒരു രൂപം. ആ ചേച്ചി കെട്ടി വന്ന് ആ ചേച്ചി വാങ്ങിച്ചു തന്നിട്ട് പോയതാണ്. നല്ലൊരു ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ ആ ചേച്ചിയെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നേ പിന്നെ നമ്മൾ കാണാറേ ഇല്ല, കണ്ടിട്ടുമില്ല. നല്ല രസമില്ലേ കാണാൻ? മാതാവ് ഉണ്ണീശോയും കൊണ്ട് ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അത് പിന്നെ ഞാനിത് ഏത് വീട്ടിൽ ചെന്നാലും ഫ്രണ്ടിൽ ഇതാട്ടോ വെക്കുന്നത്. ഇതിനൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണെന്നറിയോ? നിനക്കറിയോടാ? മാതാവ് ഉണ്ണീശോയും കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ ഞാനല്ലടാ നിന്നെ കൊണ്ടിരിക്കുന്നത്. നീയാണ് എൻ്റെ ഉണ്ണീശോ പൈതൽ. ഞാൻ മദർ ഓഫ് മേരി, മദർ മേരി എൻ്റെ മാമോദിസ പേരാണ് കേട്ടോ. എൻ്റെ മാമോദിസ പേരാണ് മേരി, മറിയം എന്നാണ് കേട്ടോ, മറിയം. അത് ഈ ജോജച്ചേട്ടൻ്റെ നാട്ടിലേക്ക് നമ്മൾ മാമോദിസക്കുറി കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ ആ പള്ളിയിൽ ഇടവകയിൽ എഴുതി വെച്ചേക്കണത് മേരി എന്നാണ്. അവർ മേരി എന്നിട്ട് മറിയം എന്നിടാതെ. മറിയെന്ന് പൊതുവേ ഞങ്ങൾ യാക്കോബിസുകാരാണ് മറിയം എന്നൊരു പേരിൽ പറയാറുള്ളൂ. ഇവൻ്റെ പേര് ജോസഫ് എന്ന്, അതായത് ജോജച്ചേട്ടൻ്റെ അപ്പൻ്റെ പേരാണ് കേട്ടോ ജോസഫ്. ജോജച്ചേട്ടൻ്റെ പപ്പയുടെ പേര്. ഒരു ചേച്ചി നോക്കിക്കൊണ്ട് പോകുന്നു. നമ്മളിവിടെ ഈ നാട്ടിൻ പ്രദേശമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈപ്പോഡൊന്നും പിടിച്ചതിലൊന്നും ആരും നടക്കില്ല. യൂട്യൂബർമാരൊന്നും നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെ യൂട്യൂബർമാർ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കൊരു നാട്ടിൻ പുറം. അപ്പോൾ ഈ ട്രൈപ്പോഡും പിടിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഒരു ചേച്ചി നോക്കിക്കൊണ്ടോ, തിരിഞ്ഞ് നോക്കിക്കൊണ്ടോ. ചേച്ചിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആൻസുകുട്ട കയറി വന്നേക്കുന്നു. ചുറ്റി നന്നായി ചുറ്റി. ഇത് ഞങ്ങളുടെ ചുറ്റി കിടക്കുന്ന എന്നിട്ടോ എന്നിട്ട് ഇങ്ങനെ എന്നിട്ടോ ഞാനോ അതെങ്ങനെയാ വന്നേ? എൻ്റെ പൊന്നോ, ടാഗൊക്കെ ഇട്ടോ? അല്ല സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നോ? ഡയറിയിലൊന്നും ഇല്ല. ഡയറിയിൽ പിന്നെ സൈൻ ചെയ്യാനെല്ലാം ഉണ്ടോടാ? ഡയറി പിന്നെ ഇന്നലെ നമ്മൾ ഫീസൊക്കെ അടച്ചതിൻ്റെ സൈൻ ചെയ്യാനും സീൽ ചെയ്തോടാ? നോക്കിയോ? സീൽ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസൂട്ടിന് സ്കൂളിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോയാൽ മതി. ഡയറി 20-21 ആയിട്ട് പോയാൽ പോരെ. ഓ കടുത്ത് പിടിച്ച് പടല് പിടിച്ച് തിരിച്ചിട്ട് ഒരു ദിനം വന്ന് ഈ സൈഡിൽ തടാ ഒരു തിരി കൊള്ളാലോ. എന്തിയാടാ? വാടാ ബാസ്ക്യൂ, ഇതിലെ കയറി വാ. ഇവിടെ വാ. എവിടെ പാൻറ്റിൻ്റെ ഉള്ളി കിടക്കണത്? എവിടെ? ചുമ്മാ പറയോ അമ്മച്ചി. ബാസ്ക്യൂ ഇതേ ആൻസീട്ടായി പോണം. നിന്റെ പോനോ ടാറ്റ. നിക്കടാ ബാക്ക് ക്യാമറ ഇടാം. ആൻസൂട്ടൻ അങ്ങനെ ടാറ്റ ബൈ ബൈ, സി യു ഈവനിങ്. പോകുന്ന ദേടാ ഒരുത്തൻ നോക്കി ഇവനിപ്പോഴാ കണ്ടോ നീ പോണത്? നേടാ നിന്റെ പുറകെ വരുന്നടാ. പോയോടാ? അവൻ പോയോ? വേണ്ട കിടന്ന് ബഹളം വെക്കണേ. ബാസ്ക്യൂ, ആൻസി സ്കൂളിൽ പോവാണേ. ബാസ്ക്യൂ ബാ ഇങ്ങ് പോരെ. ബാ ഞാൻ ഇവിടെ ഉണ്ട്. വാ നോക്കിയിരിക്കുവാടാ നിന്റെ നേരെ. എന്തുവാടാ? എടാ തല അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടല്ലേ, പിന്നെ അത് മുറിച്ച് മാറ്റേണ്ട വരും. തല ഊരിയെടുക്കണമെങ്കിൽ കയറ്റരുതോട്ടോ തല. അല്ല നിന്റെ സ്വഭാവത്തിന് വേണമെങ്കിൽ കയറ്റി വിടും. പിന്നെ അത് ചുറ്റി കയറി വന്ന് ഇവിടെ നിൽപ്പുണ്ട്. എടാ പട്ടിക്കുട്ട
എന്താ പട്ടിക്കുട്ടാ ബാസ്ക്യോ ബാസ്ക്യോ ബാസ്ക്യുവേ കുഞ്ഞി ബാസ്ക്യുവേ എന്നെ ചെയ്ത് നോക്കണം. ആ എടാ സ്പൈഡർമാനില്ലേടാ നെറ്റ് ഉണ്ടാക്കുവാണ് കേട്ടോടാ. അത് കണ്ടോണ്ട് ബാസ്ക്യു നോക്കുന്നു. ആ അത് തന്നെ സ്പൈഡർമാനല്ല സ്പൈഡർ. ഞാൻ ഓർക്കാതെ പറഞ്ഞതാടാ പൊട്ടത്തരങ്ങൾ. പറ്റണില്ല. ബാസ്ക്യോ ഇങ്ങോ ആ അവിടെ ഇരുന്നു, അതാ നല്ലത്. നിന്നോടാരാ തൂണെ പോയി ചുറ്റാൻ പറഞ്ഞേ? ഇത്ര വലിഞ്ഞ് ഇത്ര കഷ്ടപ്പെട്ടിരിക്കണേ. ദേടാ കഷ്ടപ്പെട്ട ഒരുത്തന്നെ ഇരിക്കണ വലിഞ്ഞ. ബാസ്ക്യോ ക്യാമറയിലേക്ക് ഒന്ന് നോക്കുവോ? ഒന്നും നോക്കടാതെ ഭയങ്കരനെ. അവൻ ക്യാമറ നോക്കത്തില്ല. അവൻ പതിഞ്ഞ് കിടക്കണ നോക്കിക്ക് ക്യാമറ നോക്കാൻ പറ്റാതെ. ഭയങ്കര കുഞ്ഞ് ഭയങ്കര. പടവാളോ? ആ ചാട്ടവാറ. അവനെന്താ കമ്പി എടുത്തിട്ട് പറഞ്ഞ ചാട്ടവാറന്ന്. ഞാൻ കേട്ടത് പടവാള. ഭയങ്കര കോമഡിയാ. ഈ ആൻസൂട്ട സ്കൂളിൽ പോകുന്ന വരത്തേക്ക് കോമഡിയോട് കോമഡിയാ. ബസ് വരുന്നുണ്ടോടാ? ബസ് വരുന്നുണ്ടോ ഒന്ന് പറയണേ. ക്യാമറ ഇവൻ വഴിക്കോടെ പോണവരെ നേരെയൊക്കെ കൈപ്പൊക്കെ കാണിക്കണ്ട. ഇവൻ നാട്ടുകാരെ ഒത്തറിയും, ഞാൻ ആരെ അറിയത്തുമില്ലേ. ആൻസൂട്ടന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട് കേട്ടോ ഇവിടെ. അതാരടാ നീ കൈപ്പൊക്കെ കാണിച്ചേ? അത് ചേട്ടായിയാന്ന് എനിക്ക് മനസ്സിലായി. അത് ഏതടാ ചെറുക്കൻ കൊച്ചേ? വാ ആ വഴിക്കോടെ പോയ ചേട്ടായിയാന്ന്. ബസ് വരുന്നുണ്ട്. ആൻസ് കുട്ടൻ്റെ ബസ് വരുന്നുണ്ട്. അങ്ങനെ ആൻസൂട്ടൻ്റെ ബസ് വരുന്നുണ്ട്. ആൻസൂട്ടൻ്റെ ബസ് അന്ന് ആൻസൂട്ടൻ കയറി. പിള്ളേർ കുറവാണോ? ഇല്ല, പിള്ളേരെല്ലാം അടുക്കടുക്കായിട്ട് ഏറ്റവും ബാക്കിലേക്ക് ഇരിക്കുന്നുണ്ട്. എങ്ങ് നോക്കി ഇവിടെ ഒരാൾ ബസ് പോണ കണ്ടിട്ട് ബസ് പോണ റൂട്ടിലേക്ക് നോക്കിയിരിക്കുന്നു. വിഷമമായോ? ഭയങ്കര സങ്കടം വന്നോ? ഞാൻ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. ഒരു കപ്പ് കാപ്പി കുടിച്ചതേ ഉള്ളൂ. അത് കഴിച്ചില്ല ഒന്നും. ഞാൻ തിന്നില്ല. വിഷമായിട്ടിരിക്കുക. ആനസ് പോയി എന്നും പറഞ്ഞ്. ആനസ് വച്ചാൻ പോയി. നിന്നെ കൊണ്ട് വല്ല ഹോളിലും വിടട്ടെ. ക്യാമറ കണ്ട അപ്പം അവിടെ പതുങ്ങി കിടക്കും. ഇവനാര് മുതലയോ? വാ മരപ്പട്ടി. എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നമ്മോ, എൻ്റെ കുന്നമ്മോ. ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. പെറ്റ് ഡോഗാണ്, പെറ്റ് ഡോഗ്. ഇവനൊന്ന് സൂപ്പർ ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ട് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ വീടിനകത്ത് നിർത്തണോണ്ട് നമ്മൾ ബെൽറ്റ് ഇടിക്കാറില്ല. ബെൽറ്റ് ഇടുമ്പോൾ ഇവൻ്റെ മാല നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് രാവിലെ പുട്ടിട്ടേക്കണത് കഴിക്കാൻ കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉറുമ്പിന്, കാക്കകൾക്ക്, കുരുവികൾക്ക്, പക്ഷികൾക്ക്, അണ്ണാന് ഒക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. ബൊമാസിന്, ബാസ്ക്യൂന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാക്കകൾക്ക് വേണ്ടി കുറച്ചിട്ടേക്കും. അവർക്ക് വേറെ എങ്ങൊന്നും മീനോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ പറന്ന് വരും. പിന്നെ ഒരു കാക്ക ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കാറുണ്ട്. അതിപ്പോൾ വന്നിട്ടില്ല, അത് വരും. എന്നിട്ട് അത് ഇവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നൊരു കാക്കയാണ് കേട്ടോ. ഇല്ലടാ, പണ്ടൊരു രസം ഉണ്ടായിരുന്നേ. നേരത്തെ വീട്ടിലാണേ ഒരു കൊക്ക് വരുമായിരുന്നു അവിടെ സ്ഥിരം. ഒരു കൊക്കിൻ്റെ കുഞ്ഞാണ് കേട്ടോ. വെള്ള കളർ കൊക്കല്ല, അല്ലാത്ത മോഡലുള്ള ഒരു കൊക്കായിരുന്നേ. എന്നിട്ട് അതെന്നും വന്ന് വീട്ടിലിരിക്കും. രാവിലെ വരും. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ആ കൊക്ക് പോകുന്നത് വൈകിട്ടാണ്. അത് സ്ഥിരം വരും. വീട്ടിൽ നിന്ന് ഇങ്ങനെ ആഹാരങ്ങളൊക്കെ ഇടുന്ന എല്ലാം കൊത്തി തിന്നത് അവിടെ തന്നെ അങ്ങ് ഇരിക്കും പുറകുവശത്ത്. ഒരു ദിവസം ഇതിൻ്റെ അമ്മയോ അച്ഛനോ ആരോ അന്വേഷിച്ച് വന്നേ ഈ കൊക്കിനെ. വന്ന് കണ്ടുപിടിച്ചപ്പം ഇതിനെ വഴക്കും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അത് വന്നിട്ടില്ല. മനുഷ്യന്മാരുടെ വീട്ടിലിങ്ങനെ വന്നിരിക്കാൻ കൊള്ളാവോ, ഇനി അവർ ഉപദ്രവിക്കില്ലേ എന്നൊക്കെ ആയിരിക്കും ചോദിച്ചത്. ഹലോ ഹൗ ആർ യു? ഹൗ ഡു യു ഡു? ഡാ ബാസ്ക്യൂ, ചൂളം അടിക്കാനറിയത്തില്ല.
കറണ്ട് വന്നില്ല. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ കൂട്ടുകാരെ. ദേ പൊന്നാ, എടാ നീ മീൻ കൂട്ടിയാടാ? വല്ലവർക്കും കൊടുത്തോ? ഇല്ലേ? അത് മുട്ട തിന്നില്ല നീയാ? അതെന്നാടാ അത്? ചിക്കനാ? പിന്നെ അതെന്നാടാ? അതെന്നതാ? ഇത് കുറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മീൻ തിന്നോടാ നീയാ? ഏതടാ? ഇതോ ഒടിച്ചു കുത്തിയിട്ടേക്കണ തിന്നാതെ കണ്ടില്ലേ? കണ്ടേ? അത് മാറ്റി ഓടിച്ച് കുത്തി എടുത്തേടാ, പീസ് എടുത്തേടാ, കഷ്ണം എടുത്തേടാ. എല്ലോ എല്ലോ എങ്ങ് നോക്കിക്കാട്ട് ആ ഒരു പീസ് അതേപടി അതിങ്ങ് എടുത്തേടാ അത്. ഞാൻ പറഞ്ഞില്ലേ ഈ ചെറുക്ക മീൻ തിന്നത്തില്ല. എന്നിട്ട് ഇത് വേറെ എന്താ ചാറ് എന്തൊക്കെയാ ഉണ്ടല്ലോ ഇതിനകത്ത്? ആണോ? മോര് ഒഴിച്ചിട്ടുണ്ടോ? പിന്നെ നീ എന്നെ കഴിച്ചേ? ചോറൊന്നും ഉണ്ടില്ലല്ലോ. കുറച്ചുണ്ട്. ആ മീൻ അതേപടി ആ ചെറുക്കൻ ഒരു തുള്ളി പോലും എടുത്തില്ല. നോക്ക. ആ അല്ല, കറക്റ്റ് ഒരു കഷണം പോലെ ചെറുക്കൻ തിന്നില്ലെന്നുള്ളതാണ്. എടുത്തു ഒരു കഷണം പോലെ അവൻ തിന്നില്ല. നീ ആരുടെയാണോ പച്ചക്കറി വാങ്ങിച്ച് കഴിച്ചതെന്നാ? ഓ കൊള്ളാലോ. അല്ല ഇതെന്നാ ഈ ഉടുപ്പേര് കുത്തി വെച്ചേക്കണതാ? കാണിച്ചേ, ഇതെന്തിൻ്റെ ഏതാ? ഓ ക്ലാസ് ലീഡറാണോ നീയാ? ആരാ ഇതിപ്പോഴാണല്ലോ കണ്ടത്? ബാസ്കിയോ? ആ മീൻ അതേപടി ആ ചെറുക്കൻ കൊച്ചു കൊണ്ടുവന്നതിൻ്റെ. ഇത് എത്ര നാളത്തേക്കാടാ? ഒരാഴ്ചയാ? അടുത്ത വെനസ്ഡേ വരെ ഒരാളല്ലേ? കണ്ണിരിക്കണോക്കിക്കേ ചുവന്ന്. കാണിച്ചേടാ, കണ്ണ് കാണിച്ചേ. കണ്ണി മരുന്നൊഴിക്കാം. ബാസ്കിയോ, അവന് മീൻ കൊടുത്തു വെക്കാൻ മേലായിരുന്നു. നാളെ കഴിക്കുമെന്ന് അറിയായിരുന്നു. ജസ്റ്റ് ഒന്ന് കൊടുത്തേ. കഴിക്കും കൊടുക്ക്. ആ എല്ല് അല്ല മുള്ളു കൊടുക്കണ്ട കേട്ടോ. അവന് ചിക്കൻ കിട്ടി, അതുകൊണ്ട് അവൻ മീനെ തൊട്ടില്ല. ഇനി മീൻ വറുത്ത് കൊടുത്ത് വിടണ പരിപാടി ഇല്ല. നീ ഇതൊന്നും പറഞ്ഞോണ്ടോ? ഇന്ന് നീ കഴിച്ചില്ലല്ലോ. ഇത് നല്ല മീനായിരുന്നത്. അതാ ഇപ്പൊ പട്ടി തിന്നോണ്ടിരിക്കുന്നത്. നീ തിന്നത് എന്നാടാ ആലോചിക്കണേ? ആരടാ നിനക്ക് ചിക്കൻ തന്നേ? ഐശ്വറാ? അപ്പോൾ ഈ വീഡിയോയിൽ ഐശ്വർക്കൊക്കെ ഒരു താങ്ക്സ് ഒക്കെ കൊടുത്തേരെ. ഐശ്വറിൻ്റെ ഒക്കെ പേര് പറയണമെന്നാണ് പറഞ്ഞത്. ഐശ്വർ പറഞ്ഞായിരുന്നു. വെള്ളം കുടിക്കാൻ പോവാണോ ബാസ്കിയോ? കൂട്ടുകാരെ, ആൻസുകുട്ടൻ വന്ന് കിടന്ന് നല്ല രീതിയിലൊന്ന് ഉറങ്ങി എണീറ്റു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കുളിച്ചെണീറ്റു. ആൻസുകുട്ടനെ തലവേദന എടുക്കുവാന്ന് പറഞ്ഞു. ഇവനീ ഒത്തിരി ദൂരെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഈ ബസ്സിലൊക്കെ വരുമ്പോഴേ കാറ്റൊക്കെ അടിച്ച് ഇത്ര ദൂരം വരുമല്ലേ, അതിൻ്റെയൊക്കെ ആയിരിക്കും. ഇവനൊന്നാമത് പണ്ട് പോലെ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളതാണ്. എന്നതാ ഇങ്ങനെ കിളി പോയി ഇരിക്കണം? വല്ലതൊക്കെ പറയടാവേ. ഞാൻ തന്നെ വേണം ഇങ്ങനെ ഇരുന്നുകൊണ്ട് കലകുല എന്ന് പറയാൻ. നീ എന്തെങ്കിലും ഒന്ന് മൊഴിയുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, അച്ചടി ഭാഷയിൽ എന്താ സംസാരിക്കുന്നത്? സാധാരണക്കാരല്ലേ ഇവിടെ ഉള്ളത്, നോർമലായിട്ട് സംസാരിച്ചു കൂടേന്ന്. പക്ഷേ ഞാനിങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലാതെ എനിക്കങ്ങനെ ഇത് അച്ചടി ഭാഷയായിട്ടൊന്നും തോന്നാറില്ല. ചിലപ്പം മലയാളം ടീച്ചർ ആയതുകൊണ്ടേ വാക്കുകൾ കറക്റ്റായിട്ടാണ് പറയത്തുള്ളൂ. പ്രൊനൗൺസിയേഷൻ ഞാൻ കറക്റ്റായിട്ട് അതങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. നമ്മൾ പഠിച്ചതല്ലേ ഓരോ വാക്കുകളും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന്. നിങ്ങൾക്കറിയാവോ? പണ്ട് നമ്മൾ പഠിക്കത്തില്ലേ വ്യഞ്ജനാക്ഷരങ്ങൾ? ക ഇക്ക ഗ ഇക്ക ങ ച ഇച്ച ജ ഇച്ച അങ്ങനെയല്ല അത് ഉച്ചരിക്കേണ്ടത്. എങ്ങനെയാണെന്നറിയാവോ? പോടെ ഓർഡറെ കണ്ട വഴി. ശരിക്കും അത് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാ? ക കഴിഞ്ഞാൽ പിന്നെ നഖത്തിൻ്റെ ഖായാണ്. അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് വെച്ചാൽ ക കഴിഞ്ഞാൽ ക പ്ലസ് ക
കാ എന്നല്ലേ വരുന്നത്. അതിനുശേഷം ഖ എന്ന് ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ക് പ്ലസ് ഹ, ഖ. അടുത്തത് ഗ, ഗായാണ്. ഗ തന്നെ. അടുത്തത് ഘടികാരത്തിൻ്റെ ഘായാണ്. അതെങ്ങനെ ഉച്ചരിക്കേണ്ടതെന്ന് അറിയാവോ? ഗ പ്ലസ് ഹ. അതായത് ഗായില്ലേ, ഗായ്ക്ക് സംവൃതോകാരം അല്ലെങ്കിൽ ചന്ദ്രക്കല. ഈ ചന്ദ്രക്കല എന്നല്ല കേട്ടോ മലയാളത്തിൽ അതിന് പറയുന്നത്, സംവൃതോകാരം എന്നാണ്. സംവൃതോകാരം ഗായ്ക്ക് ഈ സംവൃതോകാരം ഇട്ടതിന് ശേഷം ഹ എന്ന് കൂടി ചേർത്ത് പ്ലസ് ഹ എന്ന് കൂടി ചേർത്ത് ഉച്ചരിക്കുമ്പോഴാണ് ഘ, ഘടികാരം. ഇത് തന്നെയാണ് ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ. ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. നമ്മൾ പണ്ടൊക്കെ കായ്ക്ക, കായ്ക്കങ്ങ, ചായച്ച അങ്ങനെ പറഞ്ഞാൽ ശരിക്കുമുള്ള സംസാര രീതി ആകത്തില്ല. മനസ്സിലായോ കൂട്ടുകാരെ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള അറിവുകളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ക്ലാസ് എടുത്താലൊന്നും ആർക്കും ബോറടിക്കും. കുറേ നേരം ഇങ്ങനെ പറഞ്ഞു പോകും. അതാണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്ന അനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ പലരും പറയില്ല, അങ്ങനെയല്ല, ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയണം. ആറ് സൈലൻ്റ് ആണ്. ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയണമെന്ന് പറയത്തില്ല. അതുപോലെയാണ് നമ്മുടെ മലയാള വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വരുന്ന കാര്യം. മനസ്സിലായോ? അതിനൊന്നും ചെറുതായിട്ട്. അപ്പം ഞാൻ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്ന് പറയുമ്പം അത് ഇന്നിപ്പോൾ ഒരു കമൻറ്റ് വന്നു പറഞ്ഞില്ലേ, സാധാരണക്കാരല്ലേ ഇവിടെ ഉള്ളത്, അച്ചടി ഭാഷയിൽ സംസാരിക്കണോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ഇതെന്തുവാ ആറ് സൈലൻ്റ് ആയിട്ടല്ലേ ഉച്ചരി, ശരിയായ രീതിയിൽ പറയും. അപ്പം അത് അച്ചടി ഭാഷയല്ലേ. അപ്പം ബഹുജനം പല വിധം എന്നാണ് ആളുകളുടെ എല്ലാവരുടെ അഭിപ്രായം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമെന്ത് തോന്നുന്നത്, നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണെന്ന് തോന്നുന്നത് എന്തോ അത് നമ്മൾ ചെയ്യുക, അതേ ഉള്ളത്. നമുക്ക് മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തുന്നതല്ലെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം? ഹേ ഇല്ലടാ, നിനക്കറിയാവോ ക ഖ ഗ ഖ ങ പറയാൻ? ഒന്ന് പറഞ്ഞേ. ആ ഇച്ച ഇല്ലടാ ഇറക്ക. ച ഛ ജ ഝ ഞ ട ട ഠ ഡ ഢ ണ ത ഥ ദ ദ ദ ദൈവത്തിന്റെ ദ, മൂന്ന് പോലെയുള്ളതാ. ധ ന. അടുത്ത പ ഫ. ഫ എന്ന് വെച്ചിരിക്കുമ്പോൾ ഫലം എന്ന് പറയില്ലേ, ഫലം. ഫലം എന്ന് പറയുന്നത് ഫ എന്ന് പറയുന്നൊരു വാക്ക് മലയാള അക്ഷരമാലയിൽ ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാണ് ഫ, ഫോൺ, ഫാൻ എന്നൊക്കെ പറഞ്ഞ ഫ. പക്ഷെ മലയാള അക്ഷരമാലയിൽ ഫ എന്ന് പറയുന്നൊരു അക്ഷരമില്ല, ഫയാണ്. ഫലം, ഇങ്ങനെ ഫലം. ഫ്രൂട്ട്സിൻ്റെ മലയാളം ഇല്ല, ഫലം, ഫലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഫ എന്ന് പറയുന്ന അക്ഷരം മലയാള അക്ഷരമാലയിലില്ല കേട്ടോ. കുറച്ചു നേരമൊക്കെ മലയാളം പഠിക്കാം. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ പോകുന്നത് അല്ലേടാ. അതുപോലെ മലയാള അക്ഷരമാലയിൽ മൊത്തം 49 അക്ഷരങ്ങളേ ഉള്ളൂ കേട്ടോ. 51, 53, 54 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് പോയേക്കരുത്. 49 അക്ഷരങ്ങളേ ഉള്ളൂ. അതുപോലെ സ്വരാക്ഷരങ്ങളിൽ ആ അനുസ്വാരം വിസർഗം ചേർക്കുന്ന ആയില്ലേ ലാസ്റ്റുള്ള, അത് മലയാള അക്ഷരമാല എന്നൊക്കെ പണ്ടേ എടുത്ത് നീക്കം ചെയ്ത് കളഞ്ഞതാണ്. അത് സംസ്കൃത അക്ഷരമാണ് അനുസ്വാരം വിസർഗം എന്നത്. അനുസ്വാരം ഒരു പൂജ്യം ഇടുന്നത്, വിസർഗം 2 പൂജ്യം ഇടുന്നത്, അടിയിലും മുകളിലുമായിട്ട്. അങ്ങനെ നമ്മുടെ മലയാളത്തിൽ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മലയാളം വെരി ഈസിയാന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വളരെ തെറ്റാണ്. ഒരുപാട് കാര്യങ്ങൾ മലയാളം പഠിക്കാനുണ്ട് മലയാളത്തിൽ. അത് ഒരുപാട്, ഇംഗ്ലീഷിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലുണ്ട് നമ്മുടെ മലയാളം പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ സുഖമായിട്ടിരിക്കണം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ വീഡിയോ അതിൻ്റെ പേര് കൂടുതൽ പറഞ്ഞാലും ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.